നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ, ലൈക്ക്, നിങ്ങളുടെ വില പിടിച്ച അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജന്മതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം അതെല്ലാം അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫോണിൽ കൂടെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ തിരക്കിലിരിക്കുന്നത് കൊണ്ട് പലതവണയും പലവർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതാ ജോലി കിട്ടുമോ, വിവാഹം നടക്കുമോ, പ്രമോഷൻ കിട്ടുമോ, ഒരുപാട് ചോദ്യങ്ങൾ. ഒരു ചോദ്യം മാത്രം നിങ്ങൾ ചോദിക്കുന്നവരുണ്ട്. നിങ്ങളുടെ മുമ്പ് ഒരു ചോദ്യമാണെങ്കിൽ എനിക്കതിൽ നിങ്ങളുടെ ജാതകവും അതേപോലെ നക്ഷത്രവും ദശാകാലങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് മാത്രമേ ഒരു ഫലം പറയാൻ പറ്റൂ. അതുകൊണ്ട് ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കുന്നതിന് പകരം വാട്സപ്പിൽ മെസ്സേജ് തന്നെ അയക്കാൻ ശ്രമിക്കണം. ഇന്ന് പറയാൻ പോകുന്നത് മീനൻ രാശിക്കൂറുകാർക്ക് വേഴത്തിൻ്റെയും രാഹുവിൻ്റെയും ശനിയുടെയും സഞ്ചാരകാലം കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളുമായ ഫലങ്ങളാണ്. മീനൻ രാശിക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക 6 മണിക്കൂർ, ഉത്രട്ടാതി, രേവതി, ഇങ്ങനെ 2 നക്ഷത്രം ചേർന്നതാണ് മീനക്കൂറ്. മീനക്കൂറുകാർ ദുതിനിധി ധനഭോഗി പണ്ഡിത ശാന്തരാശോ നദനം സുഖം പാണ്ഡിത്യം അറിവ് കഴിവ് നല്ല ഗുരുത്വം ഭക്തി സ്വഭാവശീലങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് ഒക്കെ ഉള്ളവരും പ്രായത്തിൽ കൂടുതൽ കഴിവുകളും ബുദ്ധികളും ഉള്ളവരും നല്ലവരും ഒക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ഒക്കെ ആകെ കുരുക്കുകളാണ്. 2023 ജനുവരി 17 മുതൽ 7.2 ശനി ആരംഭിച്ചിട്ടുണ്ട്. അത് 7.5 വർഷമാണ് ഉള്ളത്. അതിപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞ് 6 കൊല്ലം ഉണ്ട്. വേഴഗ്രഹം 2024 മെയ് മാസം 1 തീയതി മുതൽ 3 വന്നിട്ടുണ്ട്. അതൊരു ഗ്രഹപ്പിഴയാണ്. ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയമാണ് 2025 മെയ് വരെ. അങ്ങനെ നമുക്ക് 3 ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന സമയമാണ്. ഇത് ഗ്രഹപ്പിഴ എന്ന് പറയും. നല്ല ജോലിയും അധികാരവും പ്രതാപവും സ്ഥാനമാനവും അംഗീകാരങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഇതെല്ലാം എങ്ങനെ തകർന്നു പോയി, നശിച്ചു പോയി എന്ന് തോന്നും. അവൻ്റെ ഭാര്യ കലവിച്ചു പോയി, ഭർത്താവ് കലവിച്ചു പോയി, ജോലി പോയി, ബിസിനസ് പോയി, പണം പോയി, അധികാരം പോയി, പേര് പോയി, പ്രതാപം പോയി, കീർത്തി പോയി. എങ്ങനെയാണ് അതെങ്ങനെയൊക്കെ കുഴപ്പം വന്നത്? എന്തോരോ ഗ്രഹപ്പഴ ആയിരിക്കുന്നു. ഇതാണ് ഗ്രഹപ്പഴ. അത് ഈ ചന്ദ്രസ്തു നിധനം പ്രാപ്തോ സപ്തമം ബുധലോഹിതോ ദ്വാദശം ഭാസ്കര തൃതീയം ദേവമന്ത്രീജ രാഹുകേതു ശനീശ്വരാഹ ജന്മസ്ഥേ പ്രാണസന്ദേഹം കുറുവന്തേ തേന സംശയാണ്. ജന്മത്തിൽ രാഹുകേതു ശനിയും, തൃതീയം ദേവമന്ത്രീജ 3 ദേവമന്ത്രി വേഴൻ ബൃഹസ്പതിയും ഒക്കെ സഞ്ചരിക്കുന്ന സമയം, സൂര്യൻ 12 നിൽക്കുന്ന സമയം, അങ്ങനെ കുഴപ്പങ്ങളുള്ള സമയങ്ങളൊക്കെ വളരെ കുരുക്കാണ്. അവർക്ക് 3 വേഴൻ നിൽക്കുന്നത് കൊണ്ട് സഹോദരങ്ങൾ, ബന്ധുക്കൾ എല്ലാവരുമായിട്ടും വിരോധങ്ങളുണ്ടാവും. സന്താനങ്ങളുമായിട്ട് വിരോധം ഉണ്ടാവും. പിള്ളേർ കലപിച്ചു പോകാനും മരിച്ചു കളയാനൊക്കെ യോഗമുള്ള സമയമാണ്. മക്കളുടെ ഇഷ്ടത്തിന് ജീവിക്കണം 1 വർഷത്തേക്ക്. 7.2 ശനി തുടങ്ങിയെങ്കിലും അതിൻ്റെ വലിയ കാഠിന്യം ഇല്ലാത്ത സമയമാണ് 2025 മാർച്ച് വരെ. 2025 മാർച്ച് കഴിയുമ്പോൾ ശനി മാറ്റം വരും, ജന്മശനി വരും, കുഴപ്പമാണ്. അപ്പോൾ 7.2 ശനിയിലാണ് നമ്മുടെ രാമനും ലക്ഷ്മണനും രാജ്യം, ഭരണം ഇതൊക്കെ നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയത്. 7.2 ശനി വന്നാൽ നാനാരോഗം, പല പല അസുഖങ്ങൾ, സുഖത്തിനും സാമ്പത്തികം, ദാമ്പത്തികം, പുരോഗതിക്ക് സാമ്പത്തികം എത്ര ലക്ഷപ്രഭുവായിരുന്നാലും, കോടീശ്വരനായിരുന്നാലും അത് നമുക്ക് വലിയ സാമ്പത്തിക കുരുക്കുകൾ വന്ന് ബാങ്ക് നമ്മളെ അക്കൗണ്ട് മരവിപ്പിക്കുക, സർക്കാർ നമ്മളെ അക്കൗണ്ട് മരവിപ്പിക്കുക, നമുക്കെതിരെ അന്വേഷണങ്ങൾ, റെയ്ഡ് മുതലായ വരുന്ന എന്തെങ്കിലും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നമ്മളെ പ്രതിയാക്കുക, നമ്മളൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ സ്ഥാപനത്തിൽ പ്രവർത്തികൾ ശരിയല്ല എന്ന് തോന്നുക, ഒരു ഹോട്ടലുണ്ടെങ്കിൽ എല്ലാം കൂടെ അടച്ച് പൂട്ടിക്കൊണ്ട് അഴുക ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് വരാൻ വരിക,
നല്ല കാര്യങ്ങൾ ചെയ്താലും കെട്ടത് ചെയ്തേന്ന് മറ്റുള്ളവരെ ആക്ഷേപിക്കുക. നല്ല രീതിയിൽ നമ്മൾ ഓരോരുത്തരും, ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളെ നിലനിൽപ്പിനും പുരോഗതിക്കും നല്ലത് വരണമെന്ന് പ്രവർത്തിച്ചാണ് മുന്നേറുന്നത്. പക്ഷെ നമ്മൾ എത്ര നല്ലതായിട്ട് ചെയ്തിട്ടും മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കുറ്റങ്ങൾ വരിക. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളും കുഴപ്പങ്ങളും ആണെന്ന് പറയുക. നമ്മളെ ഉത്തരവാദിത്വവും താല്പര്യക്കുറവും ശ്രദ്ധക്കുറവും കഴിവ് കേടും കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഉദ്യോഗസ്ഥന്മാർക്കും അധികാരികൾക്കും അധികാരങ്ങളും ഉദ്യോഗങ്ങളും നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഇതൊക്കെ നഷ്ടപ്പെടുത്താൻ മറ്റുള്ളവർ ശ്രമിക്കും. നമ്മൾ തന്നെ രാജിയൊക്കെ എഴുതി കൊടുത്തിട്ട് വേണ്ടാന്നും കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ കളഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ തോന്നിപ്പോയി, ആത്മഹത്യ ചെയ്യാൻ തോന്നിപ്പോയി. ഒരുപാട് കഴിവുണ്ട്, ഞാൻ പഠിച്ചാൽ രക്ഷപ്പെടുമെന്ന് പഠിച്ച് ജയിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ ജോലി കിട്ടി, അതിൽ പ്രൊമോഷൻ സാലറി കിട്ടിയില്ല, അത് രക്ഷപ്പെട്ടില്ല. പിന്നെ ഈ മീനരാശിക്കാർ 99% വിദേശികളാണ്. കൂടുതലും അമേരിക്ക, ലണ്ടൻ, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകും. വിദേശത്ത് നിൽക്കുന്നവർക്കും അവിടെ ഒരു മെച്ചമില്ല. അവിടെയൊക്കെ ചെന്നിട്ടും വലിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്രീൻ കാർഡ്, സിറ്റിസൺഷിപ്പ്, വിസ, അതേപോലുള്ള ഈ PR ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വിദേശത്ത് പോകാൻ. അതൊക്കെ കിട്ടാൻ തടസ്സം വരിക, കിട്ടിയതും കൂടെ ക്യാൻസലായി പോവുക. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ വന്ന് ജോലിക്കും പൈസയ്ക്കും ഭാഗ്യത്തിനും അധികാരത്തിനും നമ്മുടെ കല, രാഷ്ട്രീയം, പൊതുപ്രവർത്തന രംഗത്തൊക്കെ നമുക്ക് കിട്ടേണ്ടുന്ന അംഗീകാരങ്ങൾ തട്ടിപ്പറിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്ന സമയം. അതുപോലെ നാനാരോഗം, മുട്ടുവേദന, നടുവേദന, കാലുവേദന, സർപ്പം നിൽക്കുന്ന ജന്മത്തിൽ നിൽക്കുന്ന സമയമാണ്. കുതിരയെപ്പോലെ നടക്കുന്ന ആൾ പാമ്പിനെ പോലെ ഇഴഞ്ഞു പോവുകയും വീഴ്ച, ഒടിവ്, അപകടം, പാവേ, ലഗ്നഗതി, പരാജയം, നമ്മൾ പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സം വന്നാലും കുഴപ്പമില്ല. തടസ്സം വന്നൊരു ജോലി കിട്ടാൻ വേണ്ടി ഒരാൾ പരിശ്രമിക്കും. ജോലി കിട്ടിയാൽ അയ്യോ അത് ഭയങ്കര പാടാണെന്നും പറഞ്ഞുകൊണ്ട് അത് കളഞ്ഞിട്ട് വരാൻ തോന്നും. ഉദാഹരണം, ഒരു പട്ടാളത്തിൽ ചേരണമെന്ന് ഒരുത്തനൊരു ആഗ്രഹം. അവൻ ഓടിച്ചാടി ജീവിതകാലം മൊത്തവും അഭ്യാസങ്ങളൊക്കെ കാണിച്ച് സെലക്ഷൻ കിട്ടി പട്ടാളത്തിൽ പോയി. ട്രെയിനിങ് സമയത്ത് അയ്യോ എനിക്ക് വയ്യെന്ന് കൊണ്ട് കളഞ്ഞിട്ട് വന്നാൽ അത് പരാജയമാണ്. അതേപോലെ നിങ്ങൾക്കും വേറൊരു ജോലി കിട്ടി, പട്ടാളക്കാരനല്ല മറ്റൊരു, അപ്പം നല്ല പ്രൊമോഷനില്ല, ജോലിയില്ല. 6 മണിക്കൂർ ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് 16 മണിക്കൂർ എന്നെക്കൊണ്ട് ജോലി ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ അങ്ങനെ എവിടെ ചെന്നാലും സഹിച്ചും ക്ഷമിച്ചും പുറത്തും പൈസയല്ല, നമ്മളെ നിലനിൽപ്പിന് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് സുഖത്തിനും സാമ്പത്തിക പുരോഗതിക്കും തടസ്സം. സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടേണ്ടുന്ന സ്ഥാനം, അധികാരങ്ങളൊക്കെ കിട്ടാൻ തടസ്സം. മാനം പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാത്ത കുറ്റത്തിന് ചിലവരോട് സ്നേഹം, പ്രേമം, ഇഷ്ടമൊക്കെ തോന്നും. നമ്മളെ സ്നേഹിക്കണവരെ നമ്മളെ സ്നേഹിച്ചോ കുഴപ്പമില്ല. നമുക്ക് സ്നേഹമില്ലാത്തവരെ നമ്മൾ സ്നേഹിക്കാൻ പോയാൽ പീഡന കേസ് പെടുക. പല പ്രശ്നങ്ങളും കുരുക്കുകളൊക്കെ ഉണ്ടാകും. ഇഷ്ടമുള്ള ഒരാളിനെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്താൽ അത് സന്തോഷമാണ്, സ്നേഹം. ഇഷ്ടമില്ലാത്ത ഒരാളെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്താൽ അത് പീഡനം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാത്ത ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വലിയ കുറ്റവാളിയായിട്ട് മാറാൻ, അപവാദങ്ങൾ കേൾക്കാൻ, ഉള്ള വീടും വസ്തുവും വിറ്റുപറക്കി പോവാൻ, വിറ്റുമാറിപ്പോവാൻ, ക്ഷയിച്ചും നശിച്ചും പോവാൻ, കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ ഒക്കെ യോഗമുള്ള സമയമാണ് 7-2. രാജാവിനെ പോലെ ഈ ചെങ്കോലും കിരീടവും അധികാരവും ഭരണമൊക്കെ കിട്ടിയ രാമലക്ഷ്മണന്മാർക്ക് വീട്ടിലുള്ളവരുടെ ഉപദ്രവം കൊണ്ട് രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ് 7-2. അങ്ങനെ രാമനും ലക്ഷ്മണനും വനത്തിൽ കയറിയ സമയം. അപ്പം അമ്മ, വേലക്കാരി, കുടുംബത്തിലുള്ളവർ, അമ്മ വർഗത്തിൽപ്പെടുന്നവർ പോലും ശത്രുവിനെ പോലെ പെരുമാറും. അമ്മയെപ്പോലെ സ്നേഹിച്ച അമ്മമാർ പോലും ശത്രുവാകും. ഇത് അമ്മമാരുടെ വിരോധം തോന്നുന്നതല്ല, അവർക്ക് പെട്ടെന്ന് നമ്മോടൊരു വിരോധം തോന്നും. നമുക്ക് കുടുംബത്തിൽ നിന്ന് തരാനുള്ള ഭൂമി, വസ്തു, സഹായങ്ങൾ തരൂല. പിന്നെ കുടുംബത്തിൽ നമുക്ക് സ്നേഹം തോന്നി അവർക്ക് പൈസ സഹായമൊക്കെ കൊടുത്ത് എനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ തരൂല. ഇങ്ങനെയൊക്കെയുള്ള വമ്പിച്ച ചതികൾ, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ബിസിനസ്സുകളിലൊക്കെ നഷ്ടപ്പെട്ട്, കൃഷി, നാൽക്കാലി, വ്യാപാരം ഇതൊക്കെ നഷ്ടപ്പെടുന്ന ആൾക്കാർ, ആടും മാടും മാത്രമല്ല പണ്ട് ആനയും കുതിരയൊക്കെ ഉള്ളവർക്ക് വലിയ വിലപിടിപ്പുള്ള ജന്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സമയമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാമ്പത്തികം മുടക്കിക്കൊണ്ടുള്ള പൗൾട്രി ഫാം, ഡയറി ഫാം, കൃഷി രീതികൾ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ളത് കൊണ്ട് അത്രയും ശ്രദ്ധിച്ച് കാലാവസ്ഥ അനുസരിച്ച് കൃഷി ഇറക്കുന്നത് പോലെ ദോഷമുള്ള സമയങ്ങളിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുക.
ഗുണമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ ഈ ഒരു വർഷം വളരെ മോശമാണ്. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് മുറുകെ പിടിക്കണം. കാരണം അർജുനൻ്റെ കൂടെ കൃഷ്ണൻ പറഞ്ഞ്, ആ അർജുന, നിന്റെ ബന്ധുക്കളെല്ലാം യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നീ ഒരു ഭീരുവായിട്ട് നിൽക്കുന്നത് ശരിയായ കാര്യം. ക്ഷത്രിയ ധർമ്മം യുദ്ധം ചെയ്യലാണ്. അതുകൊണ്ട് നീ യുദ്ധത്തിന് തയ്യാറായിക്കോളാം. അപ്പം അർജുനൻ പറഞ്ഞു, ഭഗവാന് ഒരു ആനപ്പട, കുതിരപ്പട, വീരാളി, പടയാളി, തേരാളി എല്ലാം വേണമെന്ന് പറഞ്ഞ് ഭഗവാൻ അതെല്ലാം അവർക്ക് കൊടുത്തു. എന്നിട്ട് അവരെ കൈകൊണ്ട് ചാവാനാണ് അവരുടെ യുദ്ധത്തിന് പോകാൻ. അതിനേക്കാളും ഭഗവാന്റെ കൈകൊണ്ട് എനിക്കൊരു പുണ്യമരണം കിട്ടിയ അതാണ് ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് മോക്ഷം പുണ്യമൊക്കെ കിട്ടും. അതുകൊണ്ട് ആ യുദ്ധത്തിന് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ആനപ്പടയും കുതിരപ്പടയും വീരാളിയും പടയാളിയും കണ്ട് പേടിക്കണ്ട, നിന്റെ കൂടെ ഞാൻ നിൽക്കുകയല്ലേ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് യുദ്ധത്തിന് പോവുകയും അർജുനൻ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളെ ശത്രുവിനെയും മൃത്യുവിനെയും പ്രശ്നത്തെയൊക്കെ കണ്ട് ഭയന്ന് പേടിച്ച് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല. ഭഗവാനെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനോ പോയിക്കോ, ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും. നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും മറികടക്കും. ലക്ഷ്യസ്ഥാനത്തെത്താനും ലക്ഷ്യകാര്യം സാധിക്കാനും പറ്റും. ഇപ്പോൾ ചെറിയ സമുദ്രം ഉണ്ടെങ്കിൽ നമുക്ക് നടന്നോ നീന്തിയോ അക്കരെ കയറാം. വലിയ സമുദ്രത്തിൽ കൂടെ നീന്തി കയറാൻ പറ്റും. അതിന് കപ്പലുണ്ട്, വള്ളമുണ്ട്, ബോട്ടുണ്ട്, പ്ലെയിനുണ്ട്. ഇതിലൊക്കെ കയറിയാൽ നമുക്ക് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുന്നതുപോലെ പരിഹാരം കൊണ്ട് പരാജയങ്ങളെ നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും. നിങ്ങൾ ഭക്തന്മാരും ശക്തന്മാരും ശുദ്ധന്മാരുമാണ്. അപ്പോൾ ദുഷ്ടന്മാരെന്ന് ബന്ധുക്കൾ പറയുമെങ്കിൽ ശുദ്ധന്മാരാണ്. അതുകൊണ്ട് ശുദ്ധനും ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന സമയമാണ് ഈ സമയം. അതുകൊണ്ട് ഇല്ലാത്ത അക്രമങ്ങളും വാശികളും കാണിക്കാതെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും കുടുംബദേവനെയും വിഷ്ണുവിനെയും ശിവനെയൊക്കെ ഭജിച്ച് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും കഴിയും വെച്ചുള്ള പ്രാർത്ഥനകൾ ചെയ്തു ഏത് അമ്പലത്തിലും ദൈവങ്ങളെയും പോയി തൊണ്ടാലും അതെൻ്റെ ദൈവമല്ല ഇതെൻ്റെ ദൈവമല്ലെന്ന് വിചാരിക്കാതെ അച്ഛനും വാപ്പയും പപ്പയും ഡാഡിയും എല്ലാം ഒരാളാണെന്ന് കരുതി എല്ലാ മതത്തിലും എല്ലാ ദൈവങ്ങളിലും നമുക്ക് പ്രാർത്ഥിച്ച് ജീവിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടും. ഇപ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് ജീവിതം മൊത്തം അവതാളത്തിലായി തകർന്നു പോയി നിങ്ങൾ വിചാരിക്കരുത്. ചെറിയ സുനാമി വന്ന് എല്ലാം അടിച്ചുകൊണ്ട് പോയാലും വീണ്ടും നമ്മുടെ പ്രപഞ്ചവും സൃഷ്ടികളും അതേപോലെ തന്നെ അവിടെ കാണും. അതിൽ നിന്നും നമുക്ക് തഴച്ച് വളരാനും നേട്ടങ്ങൾ കൊയ്യാനും പറ്റും. ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് വലിയ ചിന്തകളും ടെൻഷനും അടിച്ച് ആത്മഹത്യ ചെയ്യാതെ ഭഗവാനെ ഭരിച്ച് അന്തസ്സോടുകൂടി സന്തോഷത്തോടുകൂടി ഉള്ളത് കൊണ്ട് ഓണം പോലെ ജയിച്ചാൽ ശനിയും രാഹുവും കേതുവും ഒന്നും നിങ്ങൾ അടുക്കൂല. എന്നാലും സർപ്പപൂജ നടത്തണം. ഈ വേഴമൂന്നിന് വിഷ്ണു പൂജ നടത്തണം. ദേവീ നിഷേവ ഗണനാഥ ഹോമ ഭാഗ്യ ഐക്യമത്യപ്രദ സൂക്തജപാഹ ആബന്ധവർത്തൈഃ ധനധാന്യ അഭിവൃദ്ധൈഃ ദിവ്യാഭിഷേകാദികമത്രശുദ്ധൈഃ. ഗണപതി ഹോമം, ഭഗവത് സേവ, മൃത്യുഞ്ജയ ഹോമം, ഭാഗ്യസൂക്തം, ഐക്യമത്വ സൂക്തം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആപന്നിവൃത്തി ആപത്തുകൾക്ക് നിവൃത്തി ഉണ്ടാവും. ധനധാന്യ അഭിവൃദ്ധി ധനവും ധാന്യവും അഭിവൃദ്ധി ഉണ്ടാവും. ദിവ്യാഭിഷേകാദികമത്ര ശുദ്ധി ദിവ്യാഭിഷേകം എന്ന് പറയുമ്പോൾ അമ്പലമൊക്കെ ആണെങ്കിൽ പഞ്ചഗവ്യ ശുദ്ധി പുണ്യശുദ്ധി ചെയ്തിട്ട് വീടുകളിലും പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് പുണ്യാകം മയച്ചുകൊണ്ടൊന്ന് വീട്ടിനെയൊക്കെ തെളിച്ച് മൂദേവിയൊക്കെ മാറ്റുന്ന സമ്പ്രദായം പഴയ കുടുംബത്തിലും വീടുകളിലും ഉണ്ടായിരുന്നു. വീട്ടിൽ മൂദേവി വാദിക്കാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിഹാരങ്ങൾ ചെയ്ത് ദോഷമൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതികൾ ചെയ്താൽ നമുക്ക് വിനകൾ ദോഷങ്ങളൊക്കെ മാറും. അങ്ങനെ നിങ്ങൾക്ക് കാലഭൈരവ ക്ഷേത്രത്തിലെ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കാരണം കാലനും കറുപ്പനും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഗണപതി, മുരുകൻ, ഹനുമാൻ, ശാസ്താവ്, നവഗ്രഹങ്ങൾ, കാലഭൈരവൻ്റെ ഞങ്ങളൊക്കെ പൂർവികമായിട്ട് മാന്ത്രികന്മാരാണ്. ശിവൻ്റെ ഏതൊക്കെ ധ്യാന സ്വരൂപങ്ങളുണ്ടോ അഘോര, ശരവ, മൃത്യുഞ്ജയൻ, യമരാജൻ, കാലഭൈരവൻ, അഘോരൻ ഇങ്ങനെയുള്ള സമസ്ത ദേവി ഭാവങ്ങളിലും അതേപോലെ ദക്ഷിണാമൂർത്തിയായിട്ടും ധന്വന്തരി ദക്ഷിണാമൂർത്തിയായിട്ടും മൃത്യുഞ്ജയനായിട്ടും ഒക്കെ ഭജിച്ച് ശിവൻ്റെ സർവശക്തി കലകളും സത്വ രജോ തമോ ഗുണങ്ങളും അടങ്ങുന്ന തരത്തിലുള്ള ഒരു പ്രതിഷ്ഠാവിധാനമാണ് നമ്മുടെ കാലഭൈരവന് ചെയ്തു വച്ചിരിക്കുന്നത്. ഈ വിവരം
സാധാരണ ഭക്തനെ നിങ്ങൾക്ക് അറിയാൻ പാടാണ്. അതുകൊണ്ട് അവിടെ വന്ന് നിങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെങ്കിലും മാറ്റിത്തരണമെന്നൊന്നും പ്രാർത്ഥിച്ചു ഒരു തവണയെങ്കിലും വന്നൊന്ന് തൊഴുക. നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഒരു ടവറിൻ്റെ മുമ്പ് ചെല്ലുമ്പം നിങ്ങളെ നെറ്റ്വർക്ക് കണക്റ്റ് ആവുന്നത് പോലെ ഭഗവാന്റെ തിരുനടയിൽ എത്തുമ്പോൾ നല്ലത് വരും. അവിടെ ഇപ്പോൾ കൂരപ്പണി ഷീറ്റിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന റൂഫിങ്, അതിന് നിവൃത്തിയുള്ള സഹായങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണ്. അതിനുവേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലും കുടുംബക്ഷേത്രം ദേവകാര്യങ്ങൾ മുടങ്ങിപ്പോവുക, ദേവശാപം, ബ്രാഹ്മണ ശാപം, സർപ്പശാപം, പിതൃശാപം ഇതൊക്കെ ഉള്ളവർക്ക് ദേവന്മാരുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ പുണ്യമായിട്ട് നിർമ്മാണത്തിന് വേണ്ടിയൊക്കെ ചിലവാക്കിയ അതിൻ്റെ പുണ്യവും ഭാഗ്യമൊക്കെ കിട്ടുക. താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജുകൾ അയയ്ക്കുക. കാല ഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിന് വേണ്ടി വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് എല്ലാ ദോഷങ്ങളും മാറി നിങ്ങളുടെ തൊഴിലിനും ആയുസ്സിനും ആരോഗ്യത്തിനും സമ്പത്തിനും സന്തതിക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളോട് വിരോധത്തിന് പോകരുത്. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കണം. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.